ഹലോ ഗൈസ്, നമുക്കിന്നൊരു സൺഫ്ലവർ കാർഡ്ബോർഡ് എടുക്കുക, അത് സർക്കിളിൽ കട്ട് ചെയ്യുക. ഒരു യെല്ലോ ഷീറ്റ് അല്ലെ ബ്ലാക്ക് ഷീറ്റ്. ഇൻ കേസ് ബ്ലാക്ക് കളർ ഷീറ്റ് ഇല്ലെങ്കിൽ ഒരു ബോണ്ട് പേപ്പറിൽ ബ്ലാക്ക് കളർ പെയിന്റ് ചെയ്തിട്ട് അതായാലും മതി. സോ നമ്മുടെ യെല്ലോ ഷീറ്റ് ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്യുക. അതിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെ വീഡിയോ കാണിച്ച പോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ എൻഡ് ഒട്ടിക്കണം. 2 സെക്കൻഡെങ്കിലും നമ്മൾ ആ എൻഡിൽ പിടിക്കണം. യെസ് ഗൈസ്, നമ്മുടെ ഒരു പെറ്റിൽ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പേപ്പർ പീസസിലും പെറ്റൽസ് ഉണ്ടാക്കണം. ഞാൻ ആദ്യം കുറച്ച് ഷീറ്റിൽ മാത്രമേ പെറ്റൽസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ലെയർ ചെയ്ത് വന്നപ്പോഴാണ് അത് തികയില്ലാന്ന്. സോ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ബാലൻസ് ഉള്ള ആ ഷീറ്റും കട്ട് ചെയ്തിട്ട് പെറ്റൽസ് ഉണ്ടാക്കി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സർക്കിളിൽ കട്ട് ചെയ്ത കാർഡ്ബോർഡ് പീസ് എടുക്കുക, ഫെവിക്കോൾ റൗണ്ടിൽ വരയ്ക്കുക. ഓരോ പെറ്റൽസ് നമ്മൾ സൂക്ഷിച്ച് കറക്റ്റ് ഷേപ്പിൽ അതിന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സെക്കൻഡ് ലെയർ ചെയ്യാനായിട്ട് അകത്ത് കാണുന്ന സ്പേസിൽ സർക്കിൾ ഫെവിക്കോൾ പിന്നെ വരയ്ക്കുക. ഇങ്ങനെ വീഡിയോ കാണിക്കുന്ന പോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവറിന്റെ സെന്ററിൽ വെക്കാനായിട്ട് ഒരു ബ്ലാക്ക് ഓർ ബ്രൗൺ ഷീറ്റ് പേപ്പർ എടുക്കുക. അതിനെ ആദ്യം നീളത്തിൽ 2ആയിട്ട് മടക്കുക. പിന്നെ വീഡിയോ കാണിച്ച പോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത ശേഷം അതിനെ നിവർത്തിയിട്ട് ചുരുട്ടണം. പേപ്പർ കീറി പോവാതൊന്ന് നോക്കണേ. ഇൻ കേസ് നിങ്ങൾ ഉണ്ടാക്കിയ സൺഫ്ലവർ വലുതാണെങ്കിൽ സെന്ററിൽ വെക്കുന്ന സാധനം അങ്ങനെ ഒന്നുകൂടി ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടെ പേസ്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. യെസ് ഗൈസ്, ഫൈനലി നമ്മുടെ സൺഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ഒരു സബ്സ്ക്രിപ്ഷനും. എന്നാൽ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.